വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വലിയ വലിയ ഡിസിഷൻസ് എടുത്തിട്ടാണ് എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില ചെറിയ ഡിസിഷൻസ് ആയിരിക്കാം, ചെറിയ ചില കാര്യങ്ങളായിരിക്കാം നമ്മുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ്, ഒരു വ്യത്യാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭംഗിയുള്ള ചില കാര്യങ്ങളുണ്ട്, ചില ശീലങ്ങളുണ്ട്. അങ്ങനെ ഒരു ശീലത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ശീലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശീലം എനിക്കും ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ശീലമാണ്. പക്ഷെ അതിപ്പോൾ ഈ ഒരു ഇടയ്ക്ക് വളരെ മോശമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ ശീലത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ശീലം ഏതാ അറിയൂ? എഴുതുന്ന ശീലം, റൈറ്റിംഗ് സ്കിൽ. ഇത് ഈ ഒരു ഇടയ്ക്ക് ഇപ്പോൾ എഴുതി നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നന്നായി എഴുതാൻ പറ്റിയിരുന്ന എനിക്ക് പോലും കൈ ഭയങ്കരമായിട്ട് സ്റ്റിഫാവുക, അതേപോലെ തന്നെ അക്ഷരങ്ങൾ പലതും കിട്ടുന്നില്ല, ഓർമ്മയിൽ കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ അല്ലേ എന്ന്. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നി. എന്തൊരു നന്നായി എഴുതിയിരുന്നതാ, എല്ലാ അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതിയിരുന്ന എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് പുറത്തേക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുമ്പോൾ മലയാളം തന്നെ എഴുതുന്ന സമയത്ത് ടൈറ്റായി, എനിക്കത് എഴുതാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും സ്റ്റൈല് പറയുകയാണെന്ന് വിചാരിക്കും. അല്ല, സ്റ്റൈല് പറയല്ല. സത്യത്തിൽ അറിയാം അക്ഷരം എവിടേക്കോ കിടക്കുന്നുണ്ട്. പക്ഷെ എഴുതുമ്പോൾ കുറച്ച് നേരം കുറച്ചൊരു സെൻറ്റൻസ് ഒക്കെ എഴുതി വരുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ എഴുതുന്ന ശീലം നമ്മൾ കയ്യിലുണ്ടായിരുന്നത് എവിടെയൊക്കെയോ ഈ ഡിജിറ്റൽ യുഗം കൊണ്ടായിരിക്കാം, ഈ മൊബൈലും ഇതൊക്കെ വന്നതുകൊണ്ടായിരിക്കാം കുറേ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. മെമ്മറി നോട്ടുകളൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന എല്ലാം നമ്മൾ ഡിജിറ്റലാണ്. അതിലാണെങ്കിൽ നമ്മൾ നമ്മൾ എഴുതാത്തതോ വായിക്കാത്തതോ കൊണ്ടല്ല, നമ്മൾ പകുതി അടിക്കുമ്പോഴേക്കും ബാക്കിയുള്ളത് അതിൽ വരും. അപ്പോൾ നാച്ചുറലി അതിലേക്ക് നമ്മൾ പോകും. നമ്മൾ മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഡിജിറ്റൽ യുഗം വന്നതുകൊണ്ടായിരിക്കാം, ഈ 2 വിരലുകൾ മാത്രം കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ ഈ ശീലത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എപ്പോഴും എന്താ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു റിസർച്ച് സ്റ്റഡിയും നോക്കാനില്ല അല്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് എന്നും എഴുതിയത് കൊണ്ട് എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾ പഠിക്കണ കാലത്തൊക്കെ എടുത്ത് നോക്കി നോക്കൂ. നമ്മൾ എഴുതി പഠിച്ചവർക്കല്ലേ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളൂ. വായിച്ച് പഠിച്ചതിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് സ്വന്തമായി നോട്ട് എഴുതി അതിങ്ങനെ ഉരുട്ടി എഴുതി നമ്മൾക്കല്ലേ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കോപ്പി എഴുതിയിട്ട് നന്നായിട്ട് കോപ്പി റൈറ്റിങ്ങും കർസീവ് റൈറ്റിങ്ങും എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് നമുക്ക് എത്രയോ സ്ഥലത്തുനിന്ന് എത്രയോ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് നല്ല കയ്യടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തല ഉയർത്തിയിരുന്ന എന്ത് നല്ല ഹാൻഡ് റൈറ്റിംഗാ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? പോസിറ്റീവായിട്ടുള്ള. ഇനി നോക്കി നോക്കൂ, നമ്മളുടെ വീട്ടിൽ തന്നെ ചിലർ നന്നായി എഴുതും, ഡയറിയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ ഒരു ഡേറ്റ് മിസ്സിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെന്നാ സംഭവിച്ച് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ കൂളായിട്ട് അവരുടെ ഡയറിയിൽ നിന്ന് അവരെന്തെടുത്ത് തരും? ഡേറ്റ് എടുത്ത് തരും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിൽ എനിക്കൊരു ഡേറ്റ് ഓർമ്മ കിട്ടുന്നില്ല, അതെന്നാ സംഭവിച്ചതെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 1 വർഷം 2 വർഷം മുമ്പ്. പക്ഷേ ഡേറ്റ് എനിക്ക് കിട്ടുന്നില്ല. ഉടനെ ഒരു 80 years ആയി എൻ്റെ അച്ഛൻ്റെ ഡയറി എടുത്തു വന്നിട്ട് ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു. കണ്ടു, എൻ്റെ ഡയറിയിൽ ഇന്ന ദിവസം ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത്രയും ഏജ് ഉള്ളവർക്ക് പോലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്ക്രിപ്റ്റ്, ആ എഴുതിയത് ഹാൻഡ് റിട്ടൺ ആണത്, അത് എന്ത് ചെയ്തു? അവർക്ക് ഇമേജ് ബിൽഡപ്പായി. ഞാൻ ഇത്രയുള്ള എനിക്ക് ഓർമ്മ നിന്നില്ല. അപ്പോൾ ഓർമ്മ നമുക്ക് വരാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഓർമ്മ വയ്ക്കാൻ, കുറച്ചുകൂടി റുട്ടീനായിട്ട് തെറ്റുകൾ അപ്പം കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഇതെന്തായിരിക്കും? ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഓഫീസിൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നന്നായി പെർഫോം ചെയ്യുന്ന ഓഫീസേഴ്സ് ഇല്ലേ, നന്നായി വർക്ക് ചെയ്യുന്ന കുറേ എല്ലാ ഏരിയയിലും, മിഡിൽ ലെവലിലായാലും ലോവർ ലെവലിലായാലും അപ്പർ ലെവലിലായാലും നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ. അവരുടെ ഈ സ്ക്രിബ്ലിംഗ് ഹാബിറ്റ് ഉണ്ട്. അത് ഡിജിറ്റൽ എന്നുള്ളതിനേക്കാളും ഞാൻ പറയുന്നത് അവരുടെ കയ്യിലൊക്കെ എനിക്ക് തോന്നുന്നു പേപ്പറായിട്ട് തന്നെ അവർ സ്ക്രിബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. അന്നന്നത്തെ കാര്യം, അടുത്ത ആഴ്ചയിലത്തെ കാര്യം, എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതൊക്കെ അവർ ക്ലിയറായിട്ട് അതിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കയ്യടി കിട്ടാറുമുണ്ട്. അപ്പോൾ ഈ ശീലം ഒരു സംശയവുമില്ല, നമുക്ക് നാളെ
വരാൻ പോകുന്ന ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് എന്തായാലും ദോഷങ്ങളാണ്. നമുക്ക് ഒരു സിഗ്നേച്ചർ ഇടാൻ പോലും നമുക്ക് പറ്റാതെയോ, ഒരു സിഗ്നേച്ചർ കഴിഞ്ഞ് അടുത്ത സിഗ്നേച്ചർ ആകുമ്പോഴേക്കും അതിൻ്റെ അതിങ്ങനെ നമുക്ക് വരില്ല, നമ്മൾ റിജിഡ് ആവും. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ ശീലം തുടങ്ങിക്കൂടാ? ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് നമുക്ക് ഒരു പേപ്പറും പെൻസിലും എടുത്ത് ആ പെൻസിലിനോണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നാവും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൈകൾക്കൊക്കെ ഒന്നും കൂടി ഫ്ലെക്സിബിലിറ്റി കൂടുതൽ വരും എന്നുള്ളതാണ്. ഒരു അസുഖത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈറ്റേഴ്സ് ക്രാമ്പ് എന്നുള്ളത്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ പേന വെക്കാതിരിക്കുക, നമ്മളിങ്ങനെ ബലം വിചാരിച്ചിട്ട് എഴുതുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം ഉണ്ട്, റൈറ്റേഴ്സ് ക്രാമ്പ്. വേദന വരും, ഭയങ്കരമായിട്ട് വേദന വരും. അപ്പം നമുക്കറിയാം, നമ്മൾ പലർക്കും അറിയാം നന്നായി എങ്ങനെയാണ് പെന്ന് പിടിക്കുക, പെൻസിൽ എങ്ങനെയാണ് പിടിക്കുക. അപ്പം നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേരക്കുട്ടികളൊക്കെ ഒന്ന് എഴുതുമ്പോൾ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ആ പേരക്കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് പിടിച്ച് കൈകൊണ്ടൊക്കെ ഒന്ന് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്താൽ അവർക്കും ഗുണമായി, നമുക്കും ഗുണമായി. അപ്പം എന്തായാലും പിന്നെ എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ. 5 മുതൽ 10 മിനിറ്റ് അല്ലേ നമ്മളിപ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്നുള്ളൂ. എന്ത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് രാമായണ മാസമാണ്, നമുക്ക് വേണമെങ്കിൽ രാമരാമ എന്നുള്ളത് ഒരു 5 മിനിറ്റ് ഇരുന്ന് എഴുതാം, എന്താ കുഴപ്പം? ഇനി നമുക്ക് ചിലപ്പോൾ വല്ലവരോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമുക്ക് ആ പേപ്പറിൽ കളയാന്നേ, പേപ്പറിൽ നമുക്ക് ഫുൾ അങ്ങോട്ട് എഴുതാം. പക്ഷെ മറക്കരുത്, എഴുതി ഇങ്ങനെ വെച്ച് പോകരുത്. അത് പിച്ച് ചീന്തിയിട്ട് എന്ത് ചെയ്യണം? വേസ്റ്റ് ബാസ്ക്കറ്റിലിടണം, അല്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഈ ശീലം നല്ലൊരു ശീലമാണ്, ഒരു സംശയവും ഇല്ല. ഒന്ന് നോക്കിയാലോ? നമ്മുടെ ഒന്നെങ്കിൽ അന്നന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കൊന്ന് എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എഴുതുന്ന ശീലം നമ്മുടെ ഒരു ഭാഗമാക്കി മാറ്റാം. മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. ബൈ, താങ്ക് യു.